പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. എൻ്റെ ഈശോയെ, ഈ പ്രാർത്ഥന ഒന്ന് കേട്ടിട്ട് പുറത്തിറങ്ങാൻ വേണ്ടി എന്തുമാത്രം ആൾക്കാരാണ് കൊതിച്ചിരിക്കണ ഈശോയെ. അവരുടെ മനസ്സിലെ സങ്കടങ്ങളെ, ഭാരങ്ങളെ ഞാനിപ്പോഴ് അങ്ങയുടെ തിരുസന്നിധിയിൽ കൃപാസനം നടത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷനെ കൂടെ ചേർത്ത് വെക്കുന്നു. കർത്താവെ, ആരെല്ലാം ഈ പ്രാർത്ഥന പത്തൂരം കൂടുന്നുണ്ടോ അവിടെയെല്ലാം ശിരസിൽ നീ ഇപ്പൊ കൈവെക്കണം. നിന്റെ തിരുമുറിവാർന്ന വലതുകരം വെക്കണം. ഈശോയെ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ കുഴയുന്നവരുണ്ട്. അവർ ഇന്ന് 12 മണിക്ക് ഉച്ചക്ക് 12 മണിക്കുള്ളിൽ അടുത്ത 12 മണിക്കൂറിനുള്ളിൽ അവർക്ക് വ്യക്തവും ബോധ്യവുമാകുന്ന തീരുമാനം കിട്ടാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ശിരസിനെ ഞാൻ ആശീർവദിക്കുന്നു. ഞാൻ 39 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനം നടത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത ദൈവമകനെ, ദൈവമകളെ, നീ ഇപ്പോഴും ആശീർവദിക്കപ്പെടുന്നു. നിന്റെ സങ്കടങ്ങളെ ഏറ്റെടുക്കുകയും നിന്റെ കർത്താവ് സന്തോഷത്തോടെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈ ശുശ്രൂഷ പൊതുവെ ഉടമ്പടിയെടുത്ത് ജീവിക്കുന്നവർക്കാണ് കൂടുതൽ ഉപകാരപ്രദമെന്നാണ്
നിങ്ങൾ മനസ്സിലാക്കണത് അതുപോലെ തന്നെ ആധ്യാത്മികമായിട്ടുള്ള ടിപ്സുകൾ, സാങ്കല്പികമായിട്ടുള്ള സ്പെക്കുലേറ്റീവ് ടിപ്സ് അല്ല, മറിച്ച് ഓരോരോ സിറ്റുവേഷനിലെ ലൈഫ് സിറ്റുവേഷനിലെ സുവിശേഷ വിഹിതമായിട്ട് നമ്മൾ എടുക്കേണ്ട നിലപാടുകൾ, കൃപ നിലനിർത്തി കിട്ടുന്നതിന് വേണ്ടി നമ്മൾ എടുക്കേണ്ട നിലപാടുകൾ. ഉദാഹരണത്തിന് ഇപ്പം സുവിശേഷ ഭാഗ്യങ്ങളില്ലേ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സുവിശേഷ ഭാഗ്യങ്ങളിലെ ആദ്യത്തെ ഭാഗ്യമാണ്. മത്തായിയുടെ സുവിശേഷം 5:3. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. സ്വർഗരാജ്യം അവരുടേതാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയണത്, ഇത് സിമ്പിളായിട്ട് നമ്മൾ വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ശരീരത്തിന് ഒരു ശാരീരികമായ ഫിസിക്കൽ റിച്ച്നെസ് ഉണ്ട്, സ്പിരിച്വൽ റിച്ച്നെസ് ഉണ്ട്. ഈ ഫിസിക്കൽ റിച്ച്നെസ്, ശാരീരികമായ ഭൗതികമായ സ്വത്ത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ആത്മീയമായ സ്വത്തും ആത്മീയമായ പോവർട്ടിയും മനസ്സിലാകത്തുള്ളൂ. അപ്പം ഭൗതികമായ സ്വത്ത് എന്ന് പറയുന്നത് എന്താണ്? ആരോഗ്യം, ആരോഗ്യത്തിന് ഉതകുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും, ആഹാരം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും, വ്യായാമം ഒക്കെ ഉള്ളത്. അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ്സും പിന്നെ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന സാമ്പത്തിക മേഖല, അതിൻ്റെ കൂടെ വരുന്ന തൊഴിലും വരുമാന മാർഗങ്ങളും എല്ലാം അങ്ങനെ വരും. ഇതാണ് ശരീരത്തിൻ്റെ ഒരു ഭൗതികമായ ഒരു സ്വത്തെന്ന് പറയുന്നത്. ഇതില്ലെങ്കിൽ ഭൗതിക ദാരിദ്ര്യമായി. ഇതുപോലെ ആത്മാവിൻ്റെ സ്വത്തുണ്ട്, അതില്ലെങ്കിൽ ആധ്യാത്മിക ദാരിദ്ര്യം ഉണ്ടാവും. ആത്മീയ ദാരിദ്ര്യം. ആത്മാവിൻ്റെ സ്വത്ത് എന്താ? ആത്മാവിൻ്റെ സ്വത്ത് ദൈവം തന്നെയാണ്. അപ്പൊ നമ്മുടെ ഉടമ്പടി ഭാഷയിൽ പറഞ്ഞാൽ ആത്മാവിൻ്റെ സ്വത്ത് കൃപയാണ്. സുവിശേഷ ഭാഷയിൽ പറഞ്ഞാൽ കൃപ ദൈവത്തിൻ്റെ ശക്തിയാണ്. ദൈവത്തിൻ്റെ ശക്തി പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഗലാത്യർ 5:6-19 അനുസരിച്ച് പറഞ്ഞാൽ ആത്മാവിൻ്റെ കൂടെ ഉണ്ടാകട്ടെ. കൃപയെ ആർജിക്കുന്നതനുസരിച്ചുകൊണ്ട് ആത്മാവിൻ്റെ സംവേദനക്ഷമതയും അറിയാനുള്ള കൃപയും അറിയാനുള്ള സാധ്യതയും കൂടുതൽ കൂടുതൽ ഉയരും. അതാണ് ഈശോ പറഞ്ഞത്, നിത്യജീവൻ വരെ അങ്ങോട്ട് വരും. എന്നുവെച്ചാൽ ഏകസത്യമായ നിന്നെയും നീ അയച്ച യേശു ക്രിസ്തുവിനെ അറിയുകയാണ് നിത്യജീവൻ. ഇപ്പം യേശുവിനെ അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേസിക് നോളജ് ഉണ്ട്, ഹൈസ്കൂൾ നോളജ് ഉണ്ട്, ഒരു ഡിഗ്രി നോളജ് ഉണ്ട്, ഗ്രാജുവേഷൻ ഉണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ഗ്രേഡിലാണ് നമ്മൾ യേശുവിനെ അറിയണത്. ഈ അറിവെല്ലാം അറിയണത് ജീവിതത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ അറിവ് വരണത്. ജീവിതത്തിൽ വ്യത്യസ്തമായ സിറ്റുവേഷൻ നിങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ സുവിശേഷ വിഹിതമായ ഒരു നിലപാടെടുക്കും. അതുകൊണ്ട് ഈശോ അതിനെല്ലാം കൂടി പറഞ്ഞെന്തറിയാവുക, എന്നെ പ്രതി. അതാണ് സംഭവം. ഇപ്പം മനസ്സിൽ കിട്ടിയ ഞാൻ പറഞ്ഞ എല്ലാം കൊണ്ടൊന്നും അവസാനിക്കേണ്ടത്, എന്നെ പ്രതി. നിങ്ങൾക്ക് എന്ത് സുവിശേഷ ഭാഗ്യവും സുവിശേഷ കൃപയും ആർജിക്കാം. അതെല്ലാം സുവിശേഷ ഭാഗ്യമാകണത് എങ്ങനെയാണ്? ആ മത്തായിയുടെ സുവിശേഷം 5:3 കൺക്ലൂഷനിലേക്ക് പറയുന്നതാണ് എൻ്റെ കീ എന്ന് പറയുന്നത്. എന്താണത്? വായിച്ചേ. മത്തായി 5:11. ഇനി നമ്മൾ എടുക്കണം എല്ലാ ദിവസവും ഈ 5:11 ആവർത്തിക്കും. എന്നെ പ്രതി, ഈശോനെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പൊ നിങ്ങൾ ആഹ്ലാദ ഉല്ലസിൽ സ്വർഗത്തിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം വലുതായിരിക്കും, ഇല്ലേ? അപ്പൊ നമ്മൾ ആദ്യം കണ്ടത് എന്താ? 5:3 എടുത്തേ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ആത്മാവിന്റെ സ്വത്ത് എന്താണ്? ഈശോയാണ്. അതാണ് മിഷയുടെ ആത്മാവിന്റെ സ്വത്ത്. ഒരാൾക്ക് ഈശോ വിഹിതമായിട്ട് അവനെടുക്കുന്ന സമീപനങ്ങൾ, നിലപാടുകൾ, അതിന്റെ ടോട്ടാലിറ്റി വരുന്ന സാക്ഷി ജീവിതം, അതാണ് ആത്മാവിന്റെ സ്വത്ത് നമുക്ക് നൽകുന്ന സമൃദ്ധിയും അഭിവൃദ്ധിയും എന്ന് പറയുന്നത്. ആത്മാവ്
ആത്മാവിൽ അഭിവൃദ്ധിപ്പെടുക എന്ന് വെച്ചാൽ ഈശോയുടെ അറിവിലും സാക്ഷ്യത്തിലും അഭിവൃദ്ധിപ്പെടുകയാണ് എൻ്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് ഈശോ എന്നെ പ്രതി എന്ന് പറയുന്നത്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, എൻ്റെ ആത്മീയ ദാരിദ്ര്യത്തിന് മാറ്റുന്നതിന് എന്നെ സഹായിക്കുന്നത് ഈശോയെക്കുറിച്ചുള്ള അറിവും അനുഭവവും സാക്ഷ്യജീവിതവും അതനുസരിച്ചുകൊണ്ട് എന്നെ നീ ഉയർത്തണമേ, വളർത്തണമേ. നിന്റെ വചനത്തിൽ അധിഷ്ഠിതമായ ഒരു സാക്ഷ്യജീവിതത്തിനായി എന്നെ സഹായിക്കുകയും അത് നൽകുന്ന നിത്യതയിലേക്ക് കണ്ണു നട്ട് ജീവിക്കുവാൻ ഞങ്ങൾക്കിടവരട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അതിനുശേഷം ആണ് പിന്നെ ഫണ്ടിങ്ങിൻ്റെ കാര്യങ്ങൾ വരുന്നത്. ഞാൻ പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്ന് പോലും എനിക്ക് ഫണ്ടിങ്ങിൻ്റെ കാര്യങ്ങൾ ശരിയാവുകയും വിസയ്ക്ക് വെക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് വിസയ്ക്ക് വെച്ചത്. വിസയ്ക്ക് വെച്ചതിൻ്റെ 4-ാം ദിവസം എൻ്റെ കയ്യിൽ വിസ വരികയാണ്. പക്ഷേ വിസ വരുന്നേക്കാൾ മുമ്പ് എൻ്റെ അടുത്ത് ബാക്കി കുട്ടികളൊക്കെ പറഞ്ഞു, നമുക്ക് വിസ വരികയാണെങ്കിൽ നമുക്കതിൻ്റെ എന്താണ് ഡിസിഷൻ എന്നുള്ളൊരു സംഭവം നമുക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ഡിസിഷനൊന്നും വന്നില്ല. ഞാൻ കഴിഞ്ഞ മൺഡേ വിസയ്ക്ക് വെക്കുന്നു. ഫ്രൈഡേ ആയപ്പോൾ എനിക്ക് വിസ വരാണ്. വിസ വന്നു എന്ന് എനിക്ക് മെസ്സേജ് വന്നു, ഡിസ്പാച്ച് മെസ്സേജ് വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. ഈശ്വര, എന്താണോ ഒന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ലല്ലോ എന്ന് എനിക്ക് ഭയങ്കര പേടിയായി. ഞാൻ ഡേറ്റ് ഇട്ട ദിവസം 24-ാം തീയതിയാണ്. അന്ന് വൈകുന്നേരം എൻ്റെ കയ്യിൽ വിസ വന്നു. ഞാനപ്പോൾ ഒരു മാതാവിനോട് ഒരു നമ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 19 എന്ന നമ്പർ. ആ 19 എന്ന നമ്പറിലാണ് എനിക്ക് വിസ അടിച്ചു കിട്ടിയത്. വിസയുടെ റിസൾട്ട് സക്സസ് ആയിരുന്നു. ഇത്രയും വലിയ അനുഗ്രഹം എനിക്ക് അമ്മ മാതാവ് തന്നതിന് അമ്മ മാതാവിനോട് ഒത്തിരി നന്ദി പറയുന്നു. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ലിസി ബൈജു. ഞാൻ കറുകുറ്റിയിൽ നിന്ന് വരുന്നു. ഞാൻ 30/3/1919 ഉടമ്പടി എടുത്തത്. 2019 ഞാൻ ഉടമ്പടി എടുത്തത്. 6 നിയോഗങ്ങളാണ് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നത്. ആദ്യമായി എൻ്റെ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു. ഉപ്പൂറ്റി എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ലായിരുന്നു പെട്ടെന്ന്. ഇപ്പം അത് മാറി. ഇപ്പം നടക്കണതിന് കുഴപ്പമില്ല, വേദനയൊക്കെ കുറവുണ്ട്. അതുപോലെ 5 വർഷമായതാണ് കാല്. 5 വർഷമായ അസുഖമാണ് അതൊക്കെ ഒന്ന് പറയണം കേട്ടോ. 5 വർഷമായതാണ് കാലുവേദന. ഇതുവരെ മാറിയിട്ടില്ലായിരുന്നു. ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ തൈലം തൊട്ട് പുരട്ടുമായിരുന്നു. അങ്ങനെ ഇപ്പം വേദനയൊക്കെ മാറി. ഇപ്പം നടക്കുന്നതിന് കുഴപ്പമില്ല. പിന്നെ 2ാമത്തെ നിയോഗം, എൻ്റെ മോൻ വിദേശത്തേക്ക് പോകാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾക്ക് കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു പോകാനായിട്ട്. പൈസ ശരിയായിട്ടുണ്ടായില്ല. അങ്ങനെ ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം കൊറോണ വരികയും പോകാനുള്ള എല്ലാ കാര്യങ്ങളും തടസ്സപ്പെടുകയും ചെയ്തു. അപ്പോൾ പോകണ്ട എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ എൻ്റെ മോൻ പറഞ്ഞു, ഇനി ഞാൻ UK പോകാൻ നോക്കാണ്, മറ്റേ സ്ഥലത്തേക്ക് ന്യൂസിലൻഡിലേക്ക് പോകുന്നില്ല, UK പോകാൻ നോക്കാണെന്ന് പറഞ്ഞു. അപ്പോഴും ഞങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങളുടെ സ്ഥലം വിൽക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളൊരു 10 സെൻറ്റ് സ്ഥലം വിറ്റു. അപ്പോൾ അവർ ടോക്കൺ മാത്രം തന്നിട്ട് പോയി. പിന്നെ അവർ തിരിച്ചു വന്നില്ലായിരുന്നു. ടോക്കൺ മാത്രം തന്നിട്ട് അവർ പിന്നെ തിരിച്ചു വന്നില്ലായിരുന്നു. അപ്പോൾ പോകണ കാര്യം വീണ്ടും തടസ്സപ്പെട്ടു. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ ആ സ്ഥലം വെച്ച് ലോൺ എടുക്കാമെന്ന് വിചാരിച്ച് ലോണിന് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു 5 ലക്ഷം രൂപ പേഴ്സണൽ ലോൺ മോൻ്റെ പേരിലുണ്ടായിരുന്നു. അത് അടച്ച് തീർക്കാതെ കണ്ട് ലോൺ തരില്ല എന്ന് പറഞ്ഞു. ഒപ്പിടാൻ ചെന്നപ്പോൾ തലേ ദിവസം 5 മണിയായി കഴിഞ്ഞപ്പോൾ ഒപ്പിടാൻ ഞങ്ങളെ വിളിക്കണേ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു 5 ലക്ഷം രൂപ ലോണുള്ളത് തീർത്ത് തരാണ്ട് അടുത്ത ലോൺ വിദ്യാഭ്യാസ ലോൺ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പോക്ക് കഴിഞ്ഞു, ഇനി നിർത്തി പോരാമെന്ന് വിചാരിച്ച് തിരിച്ചു പോന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് എൻ്റെ മോൻ പറഞ്ഞു, ഇനി നമുക്ക് പോകാൻ സാധിക്കില്ല, ഇനി ആ പരിപാടി ക്യാൻസൽ ചെയ്യാം എന്ന് പറഞ്ഞ് തിരിച്ച് പോന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് മോനെ അവിടെ എത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മോനെ മാതാവ് അവിടെ എത്തിക്കും. അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു, എവിടെ നിന്ന് 5 ലക്ഷം രൂപ തരണേ, മമ്മിയുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിലില്ല, മാതാവ് തരും. എന്നാൽ മാതാവ് അവിടെ എത്തിക്കാൻ തീരുമാനിച്ചേക്കണേ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാവ് തരും എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. വണ്ടിയിൽ ഇരിക്കുമ്പോഴേ ലിസിയുടെ മനസ്സിൽ എന്തായിരുന്നു ചിന്ത?
അപ്പം ഞാൻ പറഞ്ഞു, മാതാവ് മോനെ എത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മാതാവ് മോനെ അവിടെ എത്തിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും പോകാൻ സാധിക്കും. അപ്പോൾ അവരെല്ലാവരും ലോണിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അത് ഗവനിക്കുന്നില്ല. ഞാൻ മാതാവിനോട് സാക്ഷ്യം പറയാൻ എങ്ങനെയാണ് സാക്ഷ്യം പറയണ്ടേ എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വേറെ ഒന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. സാക്ഷ്യം പറയാനായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അങ്ങനെ വീട്ടിൽ വന്ന് വീട്ടിലേക്ക് കയറി കയറിയില്ല. അതിക്ക് മുന്നേ തൊട്ടടുത്ത വീട്ടിൽ അവർ ചോദിച്ചു, എന്തായി ലോണിൻ്റെ കാര്യം ശരിയായോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ലോണിൻ്റെ കാര്യം ശരിയായില്ല, നാളെ 5 ലക്ഷം രൂപ കൊണ്ട് ചെന്നാൽ മാത്രമേ അവർ ലോൺ അനുവദിക്കുകയുള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പോക്ക് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ഒരു 1 ലക്ഷം രൂപ ഞാൻ ഇട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ മൊബൈലിലേക്ക് അവർ 1 ലക്ഷം രൂപ ഇട്ട് തന്നു. അത് പറഞ്ഞുകൊണ്ട് നിൽക്കാതെ അടുത്ത ആൾ വഴിയെ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, എന്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവൻ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, ഞാൻ എന്നാൽ ഒരു 1.5 ലക്ഷം രൂപ ഇട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ 2.5 ലക്ഷം രൂപയായി. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ചേച്ചിയോട് വിളിച്ച് പറഞ്ഞു, പോണ കാര്യമൊന്നും ശരിയാവണില്ല, ഒരു 2.5 ലക്ഷം രൂപയും കൂടി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, നീ പേടിക്കണ്ട, അത് നമുക്ക് ശരിയാക്കാം, ഞാൻ തരാൻ ആവശ്യമുള്ള കുറച്ച് കാശ് ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പിറ്റേ ദിവസം അത് മേടിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ആ കാശ് മേടിക്കാൻ ചെല്ലാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ വേറൊരാൾ കുറച്ച് സ്വർണം കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇത് പണയം വെച്ച് മോൻ്റെ കാര്യം നടത്തിക്കോ, വിൽക്കുകയോ പണയം വയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ, അവൻ പോട്ടെ, അത് ശരിയാവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ കാശിൻ്റെ കാര്യങ്ങളും ശരിയായി. അവൻ പോവാനായിട്ട് ഒരുങ്ങി. അവിടെ ചെന്ന് പിറ്റേ ദിവസം തന്നെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ശരിയായി കിട്ടി, ഒപ്പിട്ട് ലോൺ അനുവദിച്ചു. പിറ്റേ ദിവസം ഞങ്ങൾ അവിടെ ചെന്ന് ലോൺ ശരിയായി പോന്നു. അത് കഴിഞ്ഞ് പിന്നെയുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്നായിരുന്നു. ഒരു തടസ്സമില്ലാണ്ട് വിസ കിട്ടി, പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും പോയി. ഒക്ടോബർ 20-ാം തീയതി അവന് പോകാൻ സാധിച്ചു. പാർട്ട് ടൈം ജോലി കയറി പഠിക്കാൻ ആരംഭിച്ചു. പിന്നെ ഞങ്ങളുടെ വീട് പണി 10-15 വർഷമായിട്ട് ഞങ്ങളുടെ വീട് പണിതുകൊണ്ടിരുന്നിട്ട് ഇതുവരെ പൂർത്തിയായിട്ടുണ്ടായില്ല. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങളുടെ വീട് പണി പൂർത്തിയായി. ഇപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞു. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം ഞങ്ങൾക്ക് തന്നു. പിന്നെ ഞാൻ ഒരു LIC ഏജൻറ്റാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ കോഡ് കട്ടായി പോകാണ്ട് എല്ലാ മാസവും എനിക്ക് പോളിസി ഒന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ മാതാവ് കോഡ് കട്ടായി പോകാണ്ട് എല്ലാ മാസവും പോളിസി ഒന്ന് എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന് മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. പറയാത്തതായ കുറേ അനുഗ്രഹങ്ങളുണ്ട്, അതൊന്നും ഇവിടെ പറയാൻ സമയമില്ല. എന്നാൽ കുറേ അനുഗ്രഹങ്ങൾ തന്ന് മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. എൻ്റെ പേര് ബിജി, ഞാൻ ഒമാനിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2019 മാർച്ച് 30-നാണ്. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ആദ്യമായിട്ട് ഞാൻ ഓൺലൈനിലായിരുന്നു സാക്ഷ്യം പറഞ്ഞത്. ഇപ്പം ആദ്യമായിട്ടാണ് ഈ ആൾത്താരെ കയറി സാക്ഷ്യം പറയുവാനായിട്ടുള്ള അനുഗ്രഹം ലഭിച്ചത്. അതിനുവേണ്ടി എൻ്റെ അമ്മ മാതാവിന് ഈശോയ്ക്ക് ഞാൻ 1000 നന്ദി പറയുന്നു. എനിക്ക് ആദ്യമായിട്ട് സാക്ഷ്യം പറയാനുള്ളത്, ഞാൻ ഉടമ്പടിയിൽ വെച്ചത് ഒരു കാര്യമാണ്, എനിക്ക് ബൈബിൾ വായിക്കുവാനായിട്ടുള്ള ഒരു കൃപ നൽകുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ നിരന്തരം ബൈബിൾ വായിക്കുകയും അതുപോലെ തന്നെ വചനങ്ങൾ ഒത്തിരി പഠിക്കുവാനായിട്ടുമൊക്കെയുള്ളൊരു നല്ലൊരു കൃപ എനിക്ക് എൻ്റെ മാതാവ്, എൻ്റെ ഈശോയും എനിക്ക് നൽകി. എനിക്കൊരു സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഞാൻ എപ്പോഴും ബൈബിൾ തുറന്ന് ഞാൻ അതിൽ നിന്ന് വചനമെടുത്ത് വായിക്കുമായിരുന്നു. അപ്പോഴെൻ്റെ ഈശോനോട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് ഒത്തിരി അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിനുള്ള ഒരു വലിയ കൃപ എനിക്ക് നൽകി. 2ാമത്തെ സാക്ഷ്യം, എങ്ങനെയായിരുന്നു ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നത്? നേരത്തെ ഞാൻ ബൈബിൾ വായിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരിശ് വര കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഒരു ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ബൈബിൾ വായിച്ചു പോകും. പക്ഷേ അതിൽ അങ്ങനെ വചനങ്ങൾ എനിക്ക് കാണാതെ ഒരു വചനങ്ങൾ പോലും അങ്ങനെ കാണാതെ പറയുവാനായിട്ടോ അങ്ങനെയൊന്നും സാധിച്ചിരുന്നില്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര നേരം വേണേലും ബൈബിൾ വായിക്കുന്നതിനോ അതിനൊരു മടുപ്പ് തോന്നാറില്ല. ശരിക്കും ആ ഒരു എന്താ പറയുന്നത്, ആ വചനത്തിലേക്ക് അങ്ങനെ ശരിക്കും അത് മനസ്സിലായി. ഒരു സംശയം, എന്തെങ്കിലും ഒരു സംശയം വന്നാൽ പോലും അച്ഛൻ്റെ എല്ലാ ടോക്കുകളും തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. ടോക്കുകൾ തന്നെ വീണ്ടും വീണ്ടും കേട്ട് അതൊത്തിരി അതിലേക്ക് ഇറങ്ങി ചെന്ന് അത് പഠിക്കുവാനായിട്ടുള്ള ഒരു വലിയൊരു കൃപ മാതാവും ഈശോയും എനിക്ക് നൽകി. പിന്നെ 2ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഫാദറിന് ലഭിച്ച ഒരു സൗഖ്യമാണ്.
എൻ്റെ ഫാദറിന് കഴിഞ്ഞ വർഷം, അതായത് കഴിഞ്ഞ ഡിസംബർ തൊട്ട് കാലിന് ഭയങ്കര കട്ടുകഴപ്പും വേദനയുമായിരുന്നു. നടക്കാനായിട്ട് ഒട്ടും സാധിച്ചിരുന്നില്ല. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് കാലിൻ്റെ ചെറിയ വിരലിന് 2 വിരലിന് പെട്ടെന്ന് പഴുപ്പ് വന്നിട്ട് നെക്രോസിസൊക്കെ ആയി. അങ്ങനെ കാലിൻ്റെ 2 ചെറിയ വിരൽ മുറിച്ച് കളയേണ്ടതായിട്ട് വന്നു. അങ്ങനെ അന്നേരം ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പം ഇങ്ങനെ പോയാൽ കാല് തന്നെ മുറിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പം അത് ഞങ്ങൾക്കൊക്കെ ഭയങ്കര വിഷമമായി. അപ്പം ഞാൻ ഒമാനിലായതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ വരുവാനായിട്ടൊന്നും സാധിച്ചില്ല. പക്ഷേ ഞാൻ ഇവിടെ നടക്കുന്ന ഓരോ ധ്യാനത്തിലും ചാച്ചൻ്റെ കാലിൻ്റെ ഫോട്ടോ വെച്ച് ആ ഫോട്ടോയിൽ കൈതൊട്ട് ധ്യാനത്തിൻ്റെ സമയത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടർ പറഞ്ഞു എന്താണേലും വാസ്കുലർ സർജനെ കാണാനായിട്ട്. വാസ്കുലർ സർജനെ കണ്ടു കഴിഞ്ഞപ്പം വാസ്കുലർ സർജൻ പറഞ്ഞു ആൻജിയോഗ്രാം ചെയ്ത് നോക്കാം, ഇപ്പോൾ കാലിൻ്റെ സർക്കുലേഷൻ എന്തുമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാമെന്ന്. അപ്പോൾ ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു ഒരു കാലിന് 90%, ഒരു കാലിന് 75% മാത്രമേ സർക്കുലേഷൻ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ബൈപ്പാസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ബൈപ്പാസിനായിട്ടുള്ള പ്രിപ്പറേഷൻസൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. എന്നാലും ഡോക്ടർ പറഞ്ഞിരുന്നു എത്രമാത്രം ഇത് സക്സസ് ആകുമെന്ന് അറിയില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ ഇപ്പം ബൈപ്പാസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കഴിഞ്ഞ മെയ് മാസം ഇവിടെ 2 ആഴ്ചത്തെ ലീവ് എടുത്ത് ഞാൻ ഇവിടെ വരുവാനായിട്ട് എനിക്കൊരു അനുഗ്രഹം ലഭിച്ചു. ഞാൻ വന്ന അച്ഛനെ കണ്ടു. അപ്പോൾ ചാച്ചനെ കൊണ്ട് വന്നാണ് ഞാൻ അച്ഛനെ കണ്ടത്. അച്ഛനിവിടെ വന്ന് ചാച്ചൻ്റെ കാലിൽ തൈലം തൊട്ട് പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു നീ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന്. അപ്പോൾ ഞാൻ ആ വന്ന സമയത്ത് തന്നെ ഞാൻ ഉടമ്പടി പുതുക്കുകയും ചെയ്തായിരുന്നു. പുതുക്കിയപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഓപ്പറേഷൻ കൂടാതെ എൻ്റെ ചാച്ചനെ കാല് സുഖപ്പെടുത്തണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്തായാലും ഞാൻ ലീവൊക്കെ കഴിഞ്ഞ് തിരിച്ച് കയറിപ്പോയി. അപ്പോൾ ഓപ്പറേഷനിലായിട്ട് ബൈപ്പാസിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷൻസും നടന്നുകൊണ്ടിരുന്നു. പക്ഷേ അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അതായത് ഓപ്പറേഷൻ്റെ ഡേയിൽ ഡോക്ടർ വന്ന് ലാസ്റ്റ് ടൈമിൽ കണ്ടു കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു സർജറി നമുക്ക് ഇപ്പം ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്ന കാര്യമാണ് സർജറി കൂടാതെ ചാച്ചൻ്റെ കാല് സുഖപ്പെടുത്തണമെന്ന്. എന്തായാലും ഞങ്ങളത് ഉറച്ചു വിശ്വസിക്കുന്നു. മാതാവിൻ്റെ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ആ സർജറി ക്യാൻസൽ ചെയ്തത്. പക്ഷേ അതിൽ പിന്നെ ഇത്രയും നാളായിട്ടും ചാച്ചന് കാലിന് നടക്കുവാനായിട്ടോ അവനവൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തുവാനായിട്ടും ഇപ്പം നടക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ആ വലിയൊരു അനുഗ്രഹം തന്നതിന് മാതാവിന് നന്ദി പറയുന്നു. പിന്നെ 3-ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ OETയുടെ സാക്ഷ്യമാണ്. എനിക്ക് നേരത്തെ ഇങ്ങനെ OET എഴുതണം, UK പോകണമെന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ എഴുതിയാൽ അത് പാസ്സാകുമോ എന്നുള്ള ഒരു പേടി കൊണ്ട് തന്നെ എനിക്കത് എഴുതാൻ ഭയങ്കര മടിയായിരുന്നു, അല്ലെ പഠിക്കാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പം ഞാനിങ്ങനെ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ അത് ദൈവത്തിൻ്റെ നിയോഗമാണെങ്കിൽ അതിന് എനിക്കുള്ള അനുഗ്രഹം എനിക്ക് നൽകണേ, അതിന് വേണ്ടിയിട്ട് എന്നെ യോഗ്യമാക്കണേ. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പം ഒരു ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥനയൊക്കെ കടന്നു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ രാത്രിയിൽ സ്വപ്നം കാണുകയാണ്. ഞാൻ UK ഫാമിലിയായിട്ട് ചെല്ലുന്നതും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ഒരു ഫ്രണ്ട് അവളാണ് എനിക്ക് അവിടുത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞൊക്കെ തരുന്നത്. അപ്പം ഈ ഒരു ഫ്രണ്ടുമായിട്ട് ഞാൻ 1 വർഷമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു. അപ്പം 1 വർഷം മുമ്പ് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അവൾക്ക് അയർലൻഡിന് പോകാനായിട്ടുള്ള പ്രോസസ്സിങ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ അവൾ അയർലൻഡിലാണല്ലോ പോകാനായിട്ട് തീരുമാനിച്ചേക്കുന്നത്, അപ്പം എൻ്റെ ആഗ്രഹം ശരിക്കും UK ആണല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, പിറ്റേ ദിവസം രാവിലെ ഈ സ്വപ്നമെല്ലാം കഴിഞ്ഞ് ഞാൻ രാവിലെ എണീറ്റ് ഞാൻ ആ ഫ്രണ്ടിനെ കോണ്ടാക്ട് ചെയ്തു. അവളെ കോണ്ടാക്ട് ചെയ്തപ്പം അവൾ എന്നോട് പറഞ്ഞു, എടി എൻ്റെ അയർലൻഡിൻ്റെ പ്രോസസ്സിങ് എല്ലാം ക്യാൻസലായി പോയി, അപ്പം ഞാനിപ്പോൾ UKയുടെ പ്രോസസ്സിങ് നടക്കുവാണെന്ന്. അപ്പം ഞാൻ പെട്ടെന്ന് ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. കാരണം മാതാവ് എന്നെ ശരിക്കും അതിലേക്ക് എന്നെ കൊണ്ടുവരികയായിരുന്നു ആ ഒരു സ്വപ്നത്തിലൂടെ. അങ്ങനെ ഞാൻ പഠിക്കുവാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു.
ആദ്യം ഞാൻ 3 പ്രാവശ്യം ഞാൻ ആദ്യം എഴുതി കഴിഞ്ഞിട്ടും എല്ലാ മൊഡ്യൂൾസിന് 3 മൊഡ്യൂൾസിന് നല്ല സ്കോർ, ഒരു മൊഡ്യൂളിന് മാത്രം ഞാൻ എപ്പോഴും പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ മെയ് മാസം ഈ 2 ആഴ്ചത്തെ ലീവിന് വന്ന സമയത്ത് ഞാൻ അച്ഛനെ കണ്ടു. അച്ഛൻ തല തൊട്ട് കൈ തൊട്ട് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു, നീ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞാൽ മതി. അപ്പോൾ അച്ഛൻ അച്ഛൻ എൻ്റെ തലയിൽ കൈ തൊട്ട് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ ഇച്ചിരി നേരം മാറി നിന്നു. അപ്പം ഞാൻ ഓർത്തു, ഇതെന്താ അച്ഛൻ സാധാരണ എല്ലാവരോടും പറയുന്നതാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന്, എന്നോട് മാത്രം എന്താ അങ്ങനെ പറയാത്ത. അപ്പം ഞാൻ അച്ഛനെ ഇങ്ങനെ ദയനീയമായിട്ടൊന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ എൻ്റെ തലയിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ തഴുകി വിട്ടു. അപ്പം അത് ശരിക്കും എൻ്റെ ദൈവം എന്നെ ഇങ്ങനെ തഴുകുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്കുണ്ടായത്. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും പോയി എക്സാം എഴുതി. എനിക്ക് 3 മൊഡ്യൂള് ഭയങ്കര ടഫായിരുന്നു. 3 മൊഡ്യൂള് ഭയങ്കര ടഫായിരുന്നു. ഒരു മൊഡ്യൂള് മാത്രം നല്ല എളുപ്പമായിരുന്നു. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് 3 മൊഡ്യൂള് ഭയങ്കര പാടായിരുന്നു, ഒരു മൊഡ്യൂള് മാത്രമേ എനിക്ക് എളുപ്പമുണ്ടായിരുന്നുള്ളൂ. അപ്പം റിസൾട്ട് വന്നപ്പം ഏത് മൊഡ്യൂളിനായിരുന്നോ എനിക്ക് എളുപ്പമെന്ന് പറഞ്ഞത് ആ മൊഡ്യൂളിൽ മാത്രം പോയി. ബാക്കി 3 മൊഡ്യൂളിനും എനിക്ക് നല്ല സ്കോർ നൽകി അനുഗ്രഹിച്ചു. പക്ഷേ പിന്നെയും എനിക്ക് അതിൽ ഒരു വിഷമവും തോന്നിയില്ല. കാരണം എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഫെയിലായതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. എൻ്റെ പ്രാർത്ഥനയുടെ ശൈലിയൊക്കെ ഞാൻ മാറ്റി നന്നായിട്ട് ബൈബിള് വായിക്കുവാനും, അതായത് ഒത്തിരി നേരത്തെ എനിക്ക് ഒയിറ്റ് കിട്ടണേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ അത് ഞാൻ മാറ്റി. ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് ഈ ആൾത്താരെ കയറി സാക്ഷ്യം പറയണം, അത് മാത്രമാണ് എനിക്ക് അതിനുള്ള ഒരു അനുഗ്രഹം നൽകണമെന്ന് മാത്രം ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് ഒയിറ്റ് കിട്ടണമെന്ന് ഞാൻ ഒരിക്കലും പ്രാർത്ഥിച്ചില്ല. അതുപോലെ തന്നെ മാതാവിനോട് ഞാൻ പറഞ്ഞിരുന്നു, ഈ ആൾത്താരെ കയറി സാക്ഷ്യം പറഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ബാക്കിയുള്ളവരോട് എൻ്റെ റിസൾട്ട് ഞാൻ പറയത്തുള്ളൂ. എനിക്കും എൻ്റെ ഹസ്ബൻഡിനും മാത്രമേ ഈ റിസൾട്ട് അറിയത്തുള്ളൂ. ഏകദേശം 1 മാസം ആകാനായി എൻ്റെ റിസൾട്ട് വന്നിട്ട്. പക്ഷെ ഞാൻ ഇപ്പോഴാണ് നാട്ടിൽ വരുന്നത്, അതുകൊണ്ട് തന്നെ ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് വേറൊരു കാര്യം കൂടെ, റിസൾട്ട് വരുന്നതിന് ഒരു 3 ദിവസം മുമ്പ് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു, അമ്മേ എല്ലാവർക്കും റിസൾട്ട് വരുമ്പം ആ റിസൾട്ട് നേരത്തെ കാണിച്ചു കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ തന്നെ അവർക്ക് ഒരു വെളിപാട് പോലെ അങ്ങനെ, അല്ലെങ്കിൽ മുല്ലപ്പൂവിൻ്റെ മണം, അങ്ങനെയൊക്കെ ഞാൻ ഒത്തിരി സാക്ഷ്യത്തിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കും എങ്ങനെ എന്തെങ്കിലും കിട്ടണേ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ റിസൾട്ട് വരുന്നതിന് 3 ദിവസം മുമ്പ്